ചോക്കുമോ അഥവാ മൂന്നാം കണ്ണ്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്ലെയർവോയൻസ്, മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നതിനെയാണ് ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു അകത്തെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണ്. നാം സാധാരണമായി കാണുന്ന കാഴ്ചയല്ല, അതീന്ദ്രിയമായി കാണുന്ന കാഴ്ചയെയാണ് മൂന്നാമത്തെ കണ്ണ് തുറന്ന് നാം കാണുന്നത്. ഇത് അകത്തു നിന്നുള്ള ഒരു ദർശനമാണ്, മനസ്സിൻ്റെ ആഴത്തിൽ നിന്നുയരുന്ന ഒരു അറിയൽ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാം കണ്ണ് പ്രവർത്തനക്ഷമമായാൽ നമുക്ക് വസ്തുക്കളെയും മനുഷ്യരെയും സംഭവങ്ങളെയും അവയുടെ യഥാർത്ഥ സ്വഭാവത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. കൃത്യമായിട്ടുള്ളത് പുറമേക്കുള്ളതല്ല, അകത്തുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പഠനമോ വാദപ്രതിവാദമോ ആവശ്യമില്ല. ആ ദർശനം നേരിട്ടുള്ള ആത്മീയ അനുഭവം മാത്രമാണ്. നമുക്കത് നേരിട്ടിട്ട് തന്നെ ആത്മീയ ദർശനം അനുഭവപ്പെടും. രാജാവായ സോളമൻ ദൈവത്തോട് ജ്ഞാനം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് കിട്ടിയത് ആളുകളുടെ ഹൃദയത്തെ തിരിച്ചറിയാനുള്ള ശക്തിയായിരുന്നു. അതുതന്നെയാണ് മൂന്നാം കണ്ണിൻ്റെ പ്രവർത്തനം. അദ്ദേഹം കാണുന്നത് കണ്ണുകളാലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ആന്തരിക ദർശനങ്ങളാലാണ്. ഇന്നർ സീയിങ് ആണ്, ഇന്നർ വിഷൻസ് ആണ്. പുരാതനമായ ചൈനീസ് ഗുരുക്കന്മാർക്കും ഇത് അറിയാമായിരുന്നു. അവർ ഇത് നെറ്റിയുടെ മധ്യത്തിലായി, കണ്ണുകളുടെയും അല്ലെങ്കിൽ പുരികങ്ങളുടെയും മധ്യത്തിലായി എന്നാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതിന് കാരണം ശരിയായിട്ടുള്ള പരിശീലനമില്ലാത്ത ആളുകൾ ചോക്മയിൽ ഫോർഹെഡ് എനർജി സെൻറ്ററിൽ കേന്ദ്രീകരിച്ച് പരിശീലനം ചെയ്താൽ അവർക്ക് അത് ഒരു ബുദ്ധിഭ്രമമായി അല്ലെങ്കിൽ ഒരു സൈക്കോട്ടിക്കായിട്ട് മാറാൻ കാരണമുള്ളത് കൊണ്ട് തന്നെ സ്ഥാനം തെറ്റിച്ചാണ് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയായി തിരഞ്ഞെടുക്കുന്ന ശിഷ്യർക്ക് മാത്രമേ അതിൻ്റെ കൃത്യമായ സ്ഥാനവും അതിൻ്റെ പരിശീലനങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നുള്ളൂ. ഈ സത്യം ഇപ്പോൾ പുറത്ത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. മറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് തുറക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായ കാര്യമൊന്നുമില്ല. ഇത് തുറന്നാൽ അടയ്ക്കാനും കൂടെ അറിയുന്ന തലത്തിൽ പരിശീലനമുണ്ടെങ്കിൽ ഇത് തുറന്നിട്ട് നമുക്കൊരു പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും, അത് ഇടയ്ക്കിടയ്ക്ക് ആ വാതിലുകൾ തുറന്നാൽ, ആ കണ്ണ് തുറന്നാൽ അത് നമുക്ക് കാണാൻ പാടില്ലാത്തതിനെ പലതും നാം കണ്ടുപോകുമ്പോൾ ഭയചകിതരായി നമുക്ക് മാനസിക സമ്മർദ്ദം, മാനസികമായ പ്രശ്നങ്ങളിലേക്ക് നാം കടന്നു പോകുന്നു. അതുകൊണ്ട് ഇത് ചിട്ടയായിട്ടുള്ള പരിശീലനം, ദ ടു അർഹർഷിപ്പ് പോലുള്ള പരിശീലനങ്ങൾ ചിട്ടയായിട്ട് പരിശീലിച്ച, കൃത്യമായി പരിശീലനം ചെയ്യുന്ന, സാധകം ചെയ്യുന്ന ആളുകൾ മാത്രമേ ഇത് പരിശീലിക്കാനായിട്ട് പാടുള്ളൂ. മൂന്നാം കണ്ണ് ആത്മീയ ദർശനത്തിൻ്റെ ഒരു വാതിലായിട്ട് തന്നെ നമുക്ക് കാണാം. ഇത് തുറക്കുമ്പോൾ നാം ലോകത്തെയും നമ്മെ തന്നെയും നാം തിരിച്ചറിയാനായിട്ട് തുടങ്ങും. കൃത്യമായി കാണുന്നത് അല്ല, അറിയുന്നത് ആണ് യഥാർത്ഥ ദർശനം. പുറമേക്ക് കാണുന്ന ദർശനമല്ല, അകത്തുള്ളതിനെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് തൃക്കണ്ണ് തുറക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലെയർവോയൻസ് എന്ന് പറയുന്നത്. ചോക്മ, ഫോർഹെഡ് എനർജി സെൻ്ററാണ് മൂന്നാമത്തെ കണ്ണ്. ജ്ഞാനത്തിൻ്റെ തെളിച്ചമാണത്. അതിന് തുറക്കാനായിട്ട് അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നമുക്ക് പലതിനെയും അത് തുറന്നു നോക്കി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇത് ആത്മാവിൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്നു.